അമേരിക്കയിലെ മിഷിഗണിലെ ഒരു തണുത്ത പ്രഭാതം. വ്യവസായിയായ പോൾ എല്ലിസൺ തൻ്റെ ഓഫീസിലേക്ക് കാറിൽ പോവുകയായിരുന്നു. മിഷിഗൺ നഗരത്തിൻ്റെ പ്രാന്തപ്രദേശത്താണ് അദ്ദേഹത്തിൻ്റെ വീട്. തൊട്ടടുത്ത പട്ടണമായ ടൊലിഡോയിലെ ഗ്ലാസ് ഫാക്ടറിയുടെ ഉടമയാണ് എല്ലിസൺ. റോഡിൽ തിരക്ക് വളരെ കുറവായിരുന്നു. മഞ്ഞണിഞ്ഞ പ്രഭാതത്തെ ചേതോഹരമാക്കി സൂര്യകിരണങ്ങൾ മെയ്ഫ്ലവർ മരത്തിലെ ചുവന്ന പൂക്കൾക്കിടയിലൂടെ അരിച്ചെത്തുന്ന കാഴ്ച ഹൃദ്യമായിരുന്നു. ടൊലിഡോയിലെത്താൻ ഇനിയും കുറേ ദൂരമുണ്ട്. തണുപ്പകറ്റാൻ ഒരു കോഫി കുടിക്കാൻ വേണ്ടി അദ്ദേഹം റോഡരികിലെ പ്രശസ്തമായ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. ഒരു കപ്പ് കോഫിയും ബനാന സാൻഡ്വിച്ചും ഓർഡർ ചെയ്തു. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ കോഫിയും സാൻഡ്വിച്ചിന് പകരം മുട്ട കൊണ്ടുണ്ടാക്കിയ മറ്റൊരു വിഭവമാണ് വെയിറ്റർ അദ്ദേഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്നു വെച്ചത്. സാൻഡ്വിച്ചിന് പകരം താൻ ഓർഡർ ചെയ്യാത്ത മറ്റൊരു വിഭവം തൻ്റെ മുന്നിൽ കൊണ്ടുവന്നു വെച്ചതിൽ പോൾ എല്ലിസണ് നല്ല ദേഷ്യം വന്നു. അദ്ദേഹം വെയിറ്റർക്ക് നേരെ കയർത്തു. ഒരു മാന്യനായ കസ്റ്റമറോട് ഇങ്ങനെയാണ് പെരുമാറുന്നതെന്ന് ചോദിച്ച് അദ്ദേഹം ഒച്ചവെക്കാൻ തുടങ്ങി. എന്നാൽ തൻ്റെ ഭാഗത്ത് തെറ്റുപറ്റിയെന്ന് മനസ്സിലായ വെയിറ്റർ ക്ഷമാപണ സ്വരത്തിൽ രംഗം ശാന്തമാക്കാൻ ശ്രമിച്ചു. തനിക്ക് തെറ്റുപറ്റിയെന്നും എത്രയും പെട്ടെന്ന് സാൻഡ്വിച്ച് തയ്യാറാക്കി കൊണ്ടുവരാമെന്നും വെയിറ്റർ പറഞ്ഞു. പക്ഷേ അതൊന്നും കേൾക്കാൻ പോൾ എല്ലിസണ് സമയമില്ലായിരുന്നു. നിനക്കെതിരെ റെസ്റ്റോറൻറ്റ് അധികാരികളോട് പരാതി പറയുമെന്ന് എല്ലിസൺ വെയിറ്ററോട് പറഞ്ഞു. നിന്നെപ്പോലെയുള്ള ഒരാളെ ഇവിടെ ജോലിക്ക് നിർത്താൻ പാടില്ലാത്തതാണ്. അദ്ദേഹം ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വെയിറ്റർ വളരെ ക്ഷമാപണത്തോടെ എല്ലിസണോട് പറഞ്ഞു, സാർ, എന്നോട് ക്ഷമിക്കണം. ഞാൻ ഇന്നലെ രാത്രി ഒരു പോള കണ്ണടച്ചിട്ടില്ല. ഭാര്യ ഹോസ്പിറ്റലിലാണ്. ഇന്നലെ രാത്രി മുഴുവൻ അവിടെ അവളെ പരിചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഉറക്കക്ഷീണത്താൽ താങ്കൾ പറഞ്ഞ ഓർഡർ എനിക്ക് മാറിപ്പോവുകയായിരുന്നു. ആ ഒഴിവുകഴിവുകളൊന്നും പോൾ എല്ലിസണ് സ്വീകാര്യമായില്ല. അദ്ദേഹം ദേഷ്യത്തോടെ അവിടെ നിന്നും എഴുന്നേറ്റ് റിസപ്ഷനിൽ ചെന്ന് വെയിറ്റർക്കെതിരെ പരാതിയും പറഞ്ഞ് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങി നടന്നു. അദ്ദേഹം തൻ്റെ യാത്ര തുടർന്നു. മറ്റൊരു റെസ്റ്റോറൻറ്റിൽ കയറി കോഫി കഴിക്കാമെന്ന് തീരുമാനിച്ച് കാർ വളരെ വേഗത്തിൽ ഓടിച്ചു. റെസ്റ്റോറൻറ്റിൽ വെച്ചുണ്ടായ അനുഭവം അയാളെ വളരെയധികം ദേഷ്യം പിടിപ്പിച്ചിരുന്നു. ജോലിക്കാർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉത്തരവാദിത്തമില്ലാതെ പെരുമാറുന്നതെന്ന് ചിന്തിച്ച് അയാൾ കാർ ഓടിച്ചുകൊണ്ടിരുന്നു. കാർ ടൊലിഡോ പട്ടണത്തെ സമീപിച്ചുകൊണ്ടിരുന്നു. റോഡിൽ തിരക്കേറി വന്നു. ഒരു ജംഗ്ഷനിൽ നിന്ന് തിരിഞ്ഞ് ചെറിയൊരു റോഡിലേക്ക് പ്രവേശിച്ചപ്പോൾ മുന്നിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാർ പതുക്കെയാണ് പോകുന്നതെന്ന് എലിസണ് തോന്നി. ഹോണടിക്കാൻ കൈവച്ചപ്പോഴാണ് ആ കാറിൻ്റെ പിന്നിലെ എൽബോർഡ് ശ്രദ്ധയിൽപ്പെട്ടത്. ഞാൻ ഇപ്പോഴും ഡ്രൈവിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, തടസ്സമുണ്ടാക്കുന്നതിൽ ക്ഷമിക്കണം. ആ ബോർഡ് കണ്ടപ്പോൾ ഹോണടിക്കാൻ ഉയർത്തിയ കൈകൾ എലിസൺ പിൻവലിച്ചു. ശാന്തമായി ആ കാറിന്റെ പിന്നാലെ തന്റെ കാർ ഓടിച്ചുകൊണ്ടിരുന്നു. ഇപ്പോഴും പഠിക്കുകയാണെന്ന ബോർഡ് വെച്ചിട്ടുണ്ടെങ്കിലും വേഗത കുറവാണെന്നതൊഴിച്ചാൽ അയാൾ വളരെ ഭംഗിയോടെ കാർ ഓടിക്കുന്നതായി എലിസണ് തോന്നി. അയാൾ ആ ബോർഡ് വെച്ചിട്ടില്ലായിരുന്നെങ്കിൽ തനിക്ക് ക്ഷമയോടെ അയാളുടെ പിന്നാലെ ഓടിക്കാൻ കഴിയില്ലായിരുന്നു. അയാളുടെ പ്രയാസവും പരിമിതിയും അറിഞ്ഞപ്പോൾ ശാന്തതയോടെ ആ കാറിനെ പിന്തുടരാൻ തനിക്ക് സാധിച്ചു. അപ്പോഴാണ് നേരത്തെ റെസ്റ്റോറൻറ്റിൽ വെച്ചുണ്ടായ സംഭവം എല്ലിസന്റെ ചിന്തയിലേക്ക് വന്നത്. വെയിറ്റർ തൻ്റെ പ്രയാസങ്ങൾ പറഞ്ഞെങ്കിലും തനിക്കത് ചെവി കൊടുക്കുവാൻ കഴിഞ്ഞില്ല. ഒരുപക്ഷെ ദേഷ്യപ്പെടുന്നതിന് മുമ്പ് അതറിയാമായിരുന്നെങ്കിൽ തനിക്ക് വെയിറ്ററോട് ദയോടെ പെരുമാറാൻ സാധിച്ചേനെ. അദ്ദേഹത്തിൻ്റെ ചിന്തകൾ കാടുകയറി. ശരിയാണ്, ആളുകൾ അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നേരത്തെ പറയുമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സൂചന നൽകുന്ന എന്തെങ്കിലും അടയാളങ്ങൾ വെച്ചെങ്കിൽ ആർക്കും അവരോട് അവരുടെ തെറ്റിൻ്റെ പേരിൽ ദേഷ്യപ്പെടാൻ സാധിക്കില്ല. വലിയൊരു തിരിച്ചറിവ് തനിക്ക് വരുന്നതായി എലിസണ് തോന്നി. എല്ലാവരും ഒന്നല്ലെങ്കിൽ മറ്റൊരു പ്രശ്നവുമായി ജീവിതം തള്ളി നീക്കുന്നവരാണ്. അതൊന്നും ശരീരത്തിലോ മുഖത്തോ എഴുതി വെക്കാൻ ആർക്കും സാധിക്കില്ല. അത് പ്രായോഗികവുമല്ല. എല്ലാവരും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നു എന്ന് ഓരോരുത്തരും മനസ്സിലാക്കിയാൽ എല്ലാ പ്രശ്നങ്ങളും തീരും. അങ്ങനെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ തെറ്റുകുറ്റങ്ങളുടെ പേരിൽ പരസ്പരം ദേഷ്യപ്പെടാനും കുറ്റപ്പെടുത്തുവാനും ആർക്കും സാധിക്കില്ലെന്ന് എല്ലിസണ് തോന്നി. ഓഫീസിലെത്തിയ എല്ലിസന്റെ മനസ്സിൽ ഈ സംഭവങ്ങൾ കിടന്നു മറിഞ്ഞു. അങ്ങനെ അന്ന് വൈകിട്ട് ഓഫീസ് സമയം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അദ്ദേഹം ആ റെസ്റ്റോറൻറ്റിന് മുന്നിൽ വണ്ടി നിർത്തി. രാത്രി സമയം ഏറെ വൈകിയിരുന്നു. റെസ്റ്റോറൻറ്റ് പാതി അടച്ചിട്ടുണ്ട്. റിസപ്ഷനിൽ മാനേജറും രാവിലെ കണ്ട വെയിറ്ററും മറ്റു രണ്ടുപേരും എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നു. എല്ലിസൺ റിസപ്ഷനിലേക്ക് കയറി ചെന്ന് ആ വെയിറ്ററുടെ കൈകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ ഭാഗത്താണ് തെറ്റ് സംഭവിച്ചത്. എനിക്ക് 5 മിനിറ്റ് കൂടി കാത്തുനിന്നാൽ ഒന്നും നഷ്ടപ്പെടാനില്ല. നിങ്ങളെ മനസ്സിലാക്കുന്നതിൽ ഞാൻ വളരെ വൈകിപ്പോയി. ശേഷം മാനേജറുടെ നേരെ തിരിഞ്ഞുകൊണ്ട് എല്ലിസൺ പറഞ്ഞു, ഞാൻ ആ പരാതി പിൻവലിച്ചിരിക്കുന്നു.
മാനേജർ അപ്പോൾ തന്നെ വെയിറ്ററുടെ കയ്യിലുണ്ടായിരുന്ന ഒരു പേപ്പർ തിരിച്ചു വാങ്ങി. എന്നിട്ട് അത് ചെറു കഷ്ണങ്ങളാക്കി കീറി വേസ്റ്റ് കൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞു. എലിസൺ ചോദിച്ചു, എന്താണ് ആ കീറി എറിഞ്ഞത്? മാനേജർ പറഞ്ഞു, നിങ്ങളെപ്പോലെയുള്ള ഒരു വ്യക്തിയെ പ്രയാസപ്പെടുത്തിയ കാരണത്താൽ വെയിറ്ററെ പിരിച്ചുവിട്ടുകൊണ്ട് നൽകിയ കത്താണ്. ഇനി അതിൻ്റെ ആവശ്യമില്ല. ആ നടപടി ഇപ്പോൾ തന്നെ ഞങ്ങൾ പിൻവലിച്ചിരിക്കുന്നു. സന്തോഷം കൊണ്ട് കണ്ണുകൾ നിറഞ്ഞിരുന്ന വെയിറ്ററോട് സ്നേഹത്തോടെ കുശലാന്വേഷണങ്ങൾ നടത്തി എലിസൺ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി നടന്നു. തൻ്റെ കാറിൽ കയറി യാത്ര തുടർന്നു. പുറത്ത് തണുപ്പെങ്ങും വ്യാപിച്ചുകൊണ്ടിരുന്നു. മെയ്ഫ്ലവർ മരത്തിലെ പൂക്കൾ ആ രാത്രിയിലും പുഞ്ചിരിക്കുന്നതായി അദ്ദേഹത്തിന് തോന്നി. തനിക്ക് തിരിച്ചറിവ് ലഭിച്ചിട്ടില്ലായിരുന്നെങ്കിൽ, ആ വെയിറ്ററോട് ക്ഷമ ചോദിച്ച് പരാതി പിൻവലിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ, ഈ തണുത്ത രാത്രിയിലും ആ പാവപ്പെട്ട തൊഴിലാളിയുടെ ജീവിതം വീണ്ടും ഉരുകിത്തീരുമായിരുന്നുവെന്ന് ഓർത്തപ്പോൾ എലിസന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരയായി ഒഴുകി. ആ സംഭവം അദ്ദേഹത്തിന്റെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ചു. മറ്റുള്ളവരെ തിരിച്ചറിയുവാനും അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ചോദിച്ചറിയുവാനും ദയോടെയും സ്നേഹത്തോടെയും എല്ലാവരോടും എപ്പോഴും പെരുമാറാനും പോൾ എലിസൺ പഠിച്ചു. അങ്ങനെ തൻ്റെ ജോലിക്കാർക്കും കുടുംബാംഗങ്ങൾക്കും നാട്ടുകാർക്കും എലിസൺ വളരെ പ്രിയപ്പെട്ടവനായി മാറി. പിന്നീട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ആ വ്യവസായി ലോകത്തോട് വിട പറഞ്ഞത്. റെസ്റ്റോറൻറ്റിലെ ആ സംഭവം നടന്ന രാത്രിയിൽ എലിസൺ കണ്ണുനീർ വാർത്തതുപോലെ അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞപ്പോൾ തൻ്റെ കമ്പനിയിലെ ജോലിക്കാരും കുടുംബാംഗങ്ങളും വളരെയധികം സങ്കടത്തോടെ വിങ്ങിപ്പൊട്ടി. ജീവിതത്തിലെ ഓരോ അനുഭവത്തിലും നമ്മെ പഠിപ്പിക്കാൻ ഒരുപാട് പാഠങ്ങളുണ്ട്. നല്ലതോ ചീത്തയോ ആയ ഓരോ അനുഭവത്തിൽ നിന്നും നമ്മൾ പഠിക്കുകയും നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ഉപയോഗിക്കുകയും ചെയ്യണം. ഓരോരുത്തരും വ്യത്യസ്തരാണ്. അവർക്ക് വ്യത്യസ്തമായ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകാം. നമ്മൾ ക്ഷമയോടെയും ധാരണയോടെയും മറ്റുള്ളവരെ സമീപിക്കണം. അവരുടെ കാഴ്ചപ്പാട് മനസ്സിലാക്കാൻ ശ്രമിക്കണം. ദേഷ്യം കൊണ്ടും വിധി പറഞ്ഞും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കില്ല. ദയയോടെയും സ്നേഹത്തോടെയും മറ്റുള്ളവരോട് പെരുമാറുകയാണെങ്കിൽ നമ്മുടെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും നല്ല ഫലം ലഭിക്കും. തെറ്റുകളിൽ നിന്ന് പഠിക്കുവാൻ തയ്യാറാകണം. നമ്മുടെ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് ക്ഷമ ചോദിക്കാൻ മടിക്കരുത്. എലിസൺ ക്ഷമ ചോദിക്കാൻ തയ്യാറായപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം മാറിമറിഞ്ഞത്. മറ്റുള്ളവരുടെ വേദനകളും ദുരിതങ്ങളും മനസ്സിലാക്കാൻ ശ്രമിക്കണം. അവരോട് സഹാനുഭൂതി കാണിക്കുകയും സഹായിക്കാൻ ശ്രമിക്കുകയും വേണം. നമ്മുടെ ചെറിയ നല്ല പ്രവൃത്തികൾ പോലും ലോകത്ത് വലിയ മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കും.